ഗായ്സ്, നല്ല അടിപൊളി ലൊക്കേഷനല്ലേ. സന്ധ്യയായി, പുഴക്കരയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ പുഴക്കരയിൽ ഒരു ചെറിയ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തു. ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്ത് അതൊക്കെ പോയി. ഈ ഒരു കുഴിയൊക്കെ എടുക്കുന്നത് ആദ്യം ഞങ്ങൾ ഇവിടെയായിരുന്നു പാർട്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ പാർട്ടി പ്ലാൻ ചെയ്തപ്പോൾ ഒരു പ്രശ്നം വന്നു. എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2 പക്ഷിയുടെ കൂടും മുട്ടയും ഞങ്ങൾ ഈ അടുത്ത് തന്നെ കണ്ടുപിടിച്ചു. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഈ കാണുന്ന മുട്ട തിത്തിരി പശീൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര അടുത്ത് വെച്ചാൽ ശരിയാവാത്തതുകൊണ്ട് നമ്മൾ പാർട്ടി അങ്ങോട്ടേക്ക് മാറ്റി. പിള്ളേർ സെറ്റെല്ലാം വെള്ളത്തിൽ ചാടിയിട്ട് വന്നിരിക്കുന്നു. എല്ലാവരും കൂടി ചേർന്ന് കുഴിയെടുത്തു. അപ്പോൾ ഞങ്ങൾ ഈ പുഴയിൽ നിന്ന് തിമിംഗലത്തിനെയും അയലേനെയും മത്തി, ചൂര, തിരുത ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ചൂണ്ടയിട്ട് പിടിച്ച് തിന്നണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് കാണിക്കുന്നത് വെച്ചാൽ പരലുകളെ ചുട്ട് തിന്നാനുള്ള പരിപാടിയാണ്. പരലുകളെ തിന്നണം. ഇതാ കുഴിയെടുത്തു, വിറകിന് തീരി കൂട്ടി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിന് തീ കൊടുക്കലാണ്. ഇപ്പം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഡീസലൊക്കെ വെച്ചു, ഇങ്ങനെ സെറ്റാക്കി. ഇനിയിപ്പം ചുട്ട് തിന്നാനുള്ള സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചുട്ട് തിന്നണം. ഓരോരുത്തർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവിടുന്ന് എല്ലാവരും വട്ടം കൂടി വർത്താനം പറയുന്നു. ഒരുത്തർ അങ്ങ് മൂലക്കിരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിറക് കത്തിത്തീരുന്നോളം വരെ ഇന്ന് പൈസ ചിലവില്ലാണ്ട് കിട്ടുന്ന പരിപാടികൾ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ തീയിടൽ പരിപാടി കഴിഞ്ഞു. തീയിട്ട് പിള്ളേർ സെറ്റാടെ കളിക്കുന്നുണ്ട്. ഓളും ഓളാങ്ങളയും അവരെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും കുളിയും കഴിഞ്ഞ് കയറി വന്നിട്ടാണ് കാണുന്നത്. അടുത്ത പരിപാടി ഇതാണ്. തീയിട്ടു. ഇനിയിപ്പോൾ തീയൊക്കെ ഒന്നായി എല്ലാവരും ചൂടൊക്കെ പിടിച്ച് അടുത്ത സെറ്റ് പിന്നെ തുടങ്ങണില്ല. നമ്മളെ കൊണ്ട് പിള്ളേർ ചോദിച്ചിട്ട് നടത്തി കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പരിപാടികൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇതിനാകുമ്പോൾ വലിയ ചിലവൊന്നും ഇല്ലല്ലോ. വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊണ്ട് വരിക, അത് കഴിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ചെറുങ്ങനെ ചുടുക. തീ കത്തി നന്നായിട്ട് തീയാറും. ഇനി ചുറ്റും കൂടി ഇരുന്ന് അത് കഴിക്കുക. രാത്രി 10-11 മണിയാകും മടങ്ങി റൂമിൽ പോവാം, വീട്ടിലേക്ക് പോവാം. നമുക്ക് പൈസ ചിലവൊന്നുമില്ല. കിട്ടുന്നത് വീട്ടിലുള്ള കോഴിനെ പിടിച്ച് തട്ടുക, പിന്നെ എന്തെങ്കിലും ഒരു പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും സാധനം പുറത്തുനിന്ന് മേടിക്കുക. ബാർബിക്യൂ ആയി, ഒരു ടൂറുമായി. നമ്മളെ നാട്ടിൽ തന്നെയുള്ള സ്ഥലമാട്ടോ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഇപ്പോൾ ആണെങ്കിൽ ഓഫ് സീസണാണ്, ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയല്ലേ സന്തോഷം. മക്കളെ കൂടി ഇരുന്നൊരു കളി. കുഴിയെടുത്തിട്ടാട്ടോ നമ്മൾ തീയിട്ടെ. അപ്പോൾ എന്ന് വെച്ചാൽ അടിയിലേക്ക് കാറ്റ് നന്നാക്കിയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ തീ നന്നായിട്ട് കത്തും.